والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി അല്ലാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ല ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ ഹഖ് കൊണ്ട്, ബറകത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും സ്വർഗ്ഗം നൽകട്ടെ. നരകം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിഷിദ്ധമാക്കി തരട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്രമായ ഒരു ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അതിലുപരി ഒരുപാട് മഹത്വങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട മുഹറം 10 പകലിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിലുപരി നമ്മളെല്ലാവരും നോമ്പനുഷ്ഠിച്ചു കൊണ്ടിട്ടാണ് അള്ളാഹുവിന്റെ പള്ളിയിൽ ഇരിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് പവിത്രതകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലഖദ് ഫളലല്ലാഹു യൗമ ആശൂറാ അലാ സായിരിൽ അയ്യാം, മറ്റു ദിവസങ്ങളെക്കാൾ ഈ ആശൂറാന്റെ ദിവസം, മുഹറം 10 ദിവസത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വല്ല മഹത്വങ്ങളും നൽകിയിട്ടുണ്ടോ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നഅം സ്വഹാബത്തെ, അതേ സ്വഹാബത്തെ, ഒരുപാട് മഹത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, ലഖദ് ഖലഖല്ലാഹു സമാവാതി വൽ അർദ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മുഹറം 10 ദിവസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു പടച്ചു. അല്ലാഹു അർശിനെയും കുർസിനെയും ഖലമിനെയും ലൗഹിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചു. സമുദ്രത്തിനെയും അതിലുപരി അല്ലാഹുവിന്റെ മാലാഖമാരെയും അല്ലാഹു പടച്ചു. മലക്കുകളുടെ നേതാവായ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് മുഹറം 10 ദിവസത്തിലാണ്. അതേപോലെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചത് മുഹറം 10 അതേപോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് മുഹറം 10 അതേപോലെ ലഅനത്താക്കപ്പെട്ട നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിച്ചത് മുഹറം 10 ദിവസത്തിലാണ്. അതേപോലെ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗറാത്ത് കൊടുത്തത് ഈ ദിവസത്തിലാണ്. അതേപോലെ ലഅനത്താക്കപ്പെട്ട ഫിർഔനിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെങ്കടലിൽ മുക്കിക്കൊന്നത് ഈ ദിവസത്തിലാണ്. ദീർഘകാലം, ഒരുപാട് വർഷക്കാലം അസുഖബാധിതനായി കിടന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗശമനത്തിനിക്ക് അല്ലാഹു രോഗശമനം കൊടുത്തത് ഈ മുഹറം 10 യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കണ്ണിന് കാഴ്ച കൊടുത്തത് മുഹറം 10 യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു രക്ഷിച്ചത് മുഹറം 10 യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജയിൽ മോചനം കൊടുത്തത് മുഹറം 10 റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചത് മുഹറം 10 ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അല്ലാഹു വാനലോകത്തേക്ക് ഉയർത്തിയത് മുഹറം 10 അതേപോലെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് രാജാധികാരം കൊടുത്തത് മുഹറം 10 ആദ്യമായി അല്ലാഹുവിന്റെ റഹ്മത്തായ മഴ ഈ ഭൂമിയിലേക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വർഷിച്ചത് മുഹറം 10 അങ്ങനെ എണ്ണിയാൽ തീരാത്ത അനേകം കഥ പറയുന്ന ചരിത്ര സംഭവങ്ങൾ നിൽക്കുന്നതാണ് മുഹറം 10 എന്ന്
പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പകലിൽ പരമാവധി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ഒരുപാട് മഹത്വങ്ങളുണ്ട്. അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് തന്നെ നോമ്പനുഷ്ഠിച്ച ആളുകളാണല്ലോ നിങ്ങളെല്ലാവരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടെ പറയാനുള്ളത്, ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുലേക്ക് നമ്മൾ ചെയ്തു പോയ പാപങ്ങളിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒന്ന് ഇസ്തിഗ്ഫാർ ചോദിക്കുമ്പോ, ഒന്ന് പാപമോചനം ചോദിക്കുമ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരും. അതിലുപരി നമ്മളെല്ലാവരും നോമ്പനുഷ്ഠിച്ച ആളുകളാണ്. ഇന്നത്തെ പകലിലൂടെ നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? ഒരുപാട് ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതേപോലെ ഇന്നത്തെ ദിവസത്തിൽ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരെയും നോമ്പ് തുറപ്പിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അതേപോലെ കഴിഞ്ഞൊരു വർഷക്കാലത്തെ പാപങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നത്തെ നോമ്പിലൂടെ അള്ളാഹു നൽകുകയാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, 60 വർഷം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം ഇന്ന് നോമ്പ് നോറ്റ ആളുകൾ സന്തോഷിക്കാനുള്ള അവസരമുണ്ട്. 60 വർഷം അള്ളാഹുവിലേക്ക് നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് പരമാവധി ദിക്റുകളെ കൊണ്ട്, സ്വലാത്തുകളെ കൊണ്ട്, തഹ്മീദുകളെ കൊണ്ട് അടുത്തുകൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവിനോട് എന്തെങ്കിലും ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നേടിയെടുക്കാനുണ്ട് എങ്കിൽ അതെല്ലാം നേടിയെടുക്കാൻ കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ആശൂറ ദിവസം. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നത്തെ ദിവസത്തിലൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധുക്കളായ നമ്മൾക്കും അള്ളാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും അള്ളാഹു ഉത്തരം നൽകും. റബ്ബ് തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ജൂൺ 26 ആണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതുപോലെ ഒരു ജൂൺ 26-ലാണ് 1926 കാലഘട്ടത്തിൽ ഇവിടെ രൂപം കൊള്ളുന്നത്. ഇതൊരു പുതിയ പ്രസ്ഥാനമല്ല. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന നേർപാതയാണ്. കേരളക്കരയിലേക്ക് ആദ്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി കടന്നു വന്നത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ട സ്വഹാബത്താണ് കേരളക്കരയിലേക്ക് ആദ്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രബോധനവുമായി കടന്നു വന്നിട്ടുള്ളത്. എന്നിട്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹും കൂട്ടരും ഇവിടെ പ്രബോധനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതിലുപരി ഒരുപാട് സ്വഹാബത്ത് ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. 12ഓളം പള്ളികൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ 1921 കാലഘട്ടത്തിൽ അതുവരേക്കും കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് പുത്തനാശയക്കാര്, ബിദ്അത്തുകാര് ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴാണ് ഇനി ഇങ്ങോട്ടൊരു പ്രവാചകൻ കടന്നു വരികയില്ല, ഇനി ഈ ദൗത്യം നിർവഹിക്കേണ്ടത് പണ്ഡിതന്മാരായ ഉലമാക്കളാണ് എന്നുള്ള ആ ബോധ്യത്തോടുകൂടി അന്നുള്ള ആളുകൾ ഒരുമിച്ച് കൂടി. അതുകൊണ്ടിട്ടാണ് ഹബീബായ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞത്, അൽ ഉലമാ വറസത്തുൽ അംബിയാ, മുർസലുകളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ. ആ പദവി, ഇനി കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് ഉലമാക്കളിലൂടെയാണ്. അതിലുപരി അള്ളാന്റെ റസൂലിന്റെ ഒരു ചെറിയ ഹദീസ് അന്ന് കാലത്ത് ജീവിച്ച ആളുകൾക്ക് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. ഏതായിരുന്നു ഹദീസ്? ഇദാ ളഹറത്തിൽ ബിദ്അതു, ബിദ്അത്തെങ്ങാനും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു, എന്നിട്ട് ഫസകത്തൽ ആലിമു, ആലിമു മിണ്ടാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ശാപം ആ പണ്ഡിതന്റെ, ആ ഉലമാഇന്റെ മേലിൽ ഉണ്ടാവട്ടെ എന്ന് അന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഖ്യാപനം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മഹത്തുക്കളായ ആളുകൾ 1925-ൽ ആദ്യമായി ഒരുമിച്ച് കൂടുകയാണ്. അന്നത്തെ വലിയ മുജദ്ദിദായ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാണുകയാണ്. ദീർഘനേരം തങ്ങൾ ദുആ ചെയ്തു. ഇസ്തിഖാറത്ത് നിസ്കരിച്ചതിന് ശേഷം പുറത്തു വന്നു. എന്നിട്ട് 1926 ജൂൺ 26 കോഴിക്കോട്
ടൗൺ ഹാളിൽ ഒരു യോഗം ചേർന്നു. അന്ന് ശിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ദീർഘനേരം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ പ്രസ്ഥാനത്തെ ഖിയാമത്ത് നാൾ വരേക്കും നീ നിലനിർത്തണേ എന്ന് മഹാനായ വരക്കൽ തങ്ങളാണ് ദുആ ചെയ്തിട്ടുള്ളത്. അതിന്റെ നേർരൂപമാണ് 2026 കാലഘട്ടം കടന്നു വന്നപ്പോ ഒരു നൂറ്റാണ്ട് കാലഘട്ടമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപം കൊണ്ടിട്ടുള്ളത്, പിറവി കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അസ്ഥിവാരമിട്ട സമസ്ത ഇന്നിതാ ജിബ്രി മുത്തുക്കോയ തങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഇന്ന് നിങ്ങളെല്ലാവരും ഈ ഇരിക്കുന്ന ഈ പള്ളിയിൽ ഇരിക്കാനുള്ള കാരണക്കാര് ആര് എന്ത് തന്നെ പറഞ്ഞാലും അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നമ്മൾ ദീന് പഠിച്ചത്, നമ്മൾ അദബ് പഠിച്ചത് സമസ്തയിലൂടെയാണ്. ആ അദബും അറിവും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ പ്രിയപ്പെട്ട മഹല്ല് നിവാസികൾ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമസ്തയോട് തീരാത്ത കടപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൺമറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ജുമുഅക്ക് ശേഷം നമ്മൾക്ക് പ്രാർത്ഥന നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മൺമറഞ്ഞു പോയ എല്ലാ ഉലമാക്കളുടെയും സ്വർഗീയ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഈ രൂപത്തിൽ ആവാൻ കാരണക്കാരായ ഒരുപാട് ഉലമാ ഉമറാക്കൾ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവിടെ സ്വർഗീയ ദറജകൾ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ തമ്പുരാനെ. ഖിയാമത്ത് നാൾ വരേക്കും ഈ സംഘടനയെ ഇവിടെ നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈമാനിന് കാവൽ നിൽക്കുന്ന സംഘടനയാണ്. ആര് തകർക്കാൻ ശ്രമിച്ചാലും തകരാതെ ഖിയാമത്ത് നാൾ വരേക്കും ഇവിടെ നിലനിർത്തണേ തമ്പുരാനെ. ഇന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് പ്രസിഡന്റ് ഇന്ന് നമുക്ക് പതാക ഉയർത്തിക്കൊണ്ട് ഇന്ന് ഇവിടെ സ്ഥാപക ദിനമായിക്കൊണ്ട് നമ്മുടെ മഹല്ല് ആചരിക്കുകയാണ്. ഈ മഹല്ലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സമസ്തയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജുമുഅക്ക് ശേഷം സുന്നി മഹൽ ഫെഡറേഷന്റെ കീഴിലുള്ള സർക്കുലർ അനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്. അതനുസരിച്ചാണ് നിങ്ങളോട് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, മൺമറഞ്ഞു പോയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന ജുമുഅക്ക് ശേഷം നിർവഹിക്കുന്നുണ്ട്. എല്ലാവരും അതിൽ ഒരുമിച്ച് കൂടണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ മഹത്വം എല്ലാവരും മനസ്സിലാക്കണം. റബ്ബ് തആല അതൊക്കെ പങ്കെടുത്ത് നല്ല ഉന്നതമായ സ്ഥാനം കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.